ഉപകാരം ചെയ്തെങ്കിൽ ഉപദ്രവിക്കരുത് പ്ലീസ്. ഹായ്, ഇക്കാര്യം പറയാതിരിക്കാൻ വേണ്ടി ഒരു സിമ്പിൾ കാര്യം, പക്ഷേ ഇറ്റ് മേക്സ് എ ബിഗ് എഫക്ട് ഇൻ എ പേഴ്സൺസ് ലൈഫ്. അങ്ങനത്തെ ഒരു മാറ്റർ. ഒരാള് എന്തെങ്കിലും ഒന്ന് ലൈഫിൽ സ്ഥിരം ചെയ്തു നിന്ന് ഇച്ചിരി വ്യത്യാസമായി ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു. ഇറ്റ് മൈ ബി എനിത്തിങ്. അവരുടെ ഉള്ളിലുള്ള ഒരു കഴിവാകാം. കഴിവ് ഇൻ ദ സെൻസ് ആ ടാലന്റ് അവർക്ക് ഉണ്ട്, പക്ഷെ അവരത് അങ്ങനെ പുറത്തെടുക്കാറില്ല. ദേ ആർ കോൺഫിഡന്റ് ഇനഫ് ടു ഷോ ദാറ്റ് ഔട്ട്. അവർ ഒരുപാട് കറേജ് എടുത്ത് തീരുമാനിച്ച് ഞാനിത് ചെയ്യും, ഐ ആം റെഡി ടു ഡു എന്ന് വിചാരിച്ച് ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇല്ലാത്ത കുറേ എണ്ണം വരും. സീരിയസ്ലി ഐ ഡോണ്ട് നോ, ദൈവം മനഃപൂർവ്വം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വിടുന്നവരാണെന്ന് എനിക്ക് അറിയത്തില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഒരാൾ ഡയറ്റ് എടുക്കാൻ തീരുമാനിച്ചു, സംതിങ് ഹെൽത്തി ഫുഡ് പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ അത് ഒരു ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കാൻ വിചാരിച്ചു. അത് ചെയ്യുമ്പോൾ ലെറ്റ് ഇറ്റ് ബി ഫ്രം ഔട്ട്സൈഡ്, ഇറ്റ് മൈറ്റ് ബി ദ ബെസ്റ്റ് ഫ്രണ്ട് ടു. ചിലപ്പോൾ സോ കോൾഡ് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്വന്തം വീട്ടുകാർ തന്നെ ആയിരിക്കാം. ആ സമയത്ത് ഒന്ന് പറയും, നീയോ ഡയറ്റോ, അതിന് ശ്രമിച്ചു നോക്കട്ടെ. അതിന് പകരം എന്തായിരിക്കും, ഇപ്പം നോക്കിക്കോ, ഇപ്പൊ അവിടെ ഇരിക്കുന്ന, അല്ലെങ്കിൽ സംതിങ് ഓർ അതർ പറഞ്ഞ് അവരിങ്ങനെ ഇവിടെ ചൊറിയുക. വൈ? ഇതൊരു എക്സാമ്പിൾ. നിങ്ങൾക്കൊരു ഫ്രീ ഓപ്പൺ സ്റ്റേജിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ കണ്ടു. സോ ഇതുവരെ അങ്ങനെ വരുമ്പോഴൊക്കെ ഞാൻ പാടിയ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ആക്ച്വലി ദേ നോട്ടിസിങ്. പലപ്പോഴും പാടുന്ന കേൾക്കാനൊക്കെ നല്ല രസമാണ്, പക്ഷെ ഈ കോൺഫിഡൻസ് ഇല്ലായ്മ കാരണം അവരെന്നെ ചില സമയത്ത് കൊണ്ട് കൊള്ളാക്കുന്ന ഒരു രീതി. മൈൻഡൊക്കെ സെറ്റാക്കി, യെസ് ഞാൻ ഇതെനിക്ക് ചേരുന്ന പാട്ട് ഇതൊന്നൊക്കെ കഷ്ടപ്പെട്ട് സെലക്ട് ചെയ്ത് എല്ലാം സെറ്റാക്കി റെഡിയാക്കി പോകുന്നതിന് ഒരു ദിവസം 2 ദിവസം മുമ്പേ കാണുന്നിട്ടുണ്ടാ ഞാനിങ്ങനെ ഇതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോവുക, ഞാനതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഞാനത് പാടാൻ പോകും. അതിന് നീ എപ്പോഴാ പാടാൻ തുടങ്ങിയേ? വലിയ സ്റ്റേജിലൊക്കെ പാടാൻ നിനക്ക് അറിയാവോ? ഇനി അഥവാ പാടി അവിടെ വെച്ച് എങ്ങാനും കൊളായി പോയാലോ, നിനക്ക് എങ്ങാനും ശ്രുതി പോയാലോ, താളം പോയാലോ, ബോധം പോയാലോ? ഒരു സാധനം ചെയ്യാൻ വേണ്ടി വലുതാളെടുത്ത് വെച്ചങ്ങ് പോകുന്നേ ഉള്ളൂ, അതിനുമ്പേ ആ കാലം ഇവിടെ തല്ലി പിടിക്കുക. ഉപകാരം ചെയ്തെങ്കിൽ ഉപദ്രവിക്കരുത് പ്ലീസ്. നിങ്ങൾക്കിത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് റിലേറ്റ് ചെയ്യാം, ഇങ്ങനെ പറയാറുള്ളവർക്ക് ബോധവൽക്കരണമായിട്ട് ഇത് ഷെയറും ചെയ്യാം. ബൈ.